പണ്ട് മനുഷ്യർ കാടുകളെ ഭയത്തോടെയും ആദരവോടെയും കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വെളിച്ചം എല്ലായിടത്തും നിറഞ്ഞിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചാൽ ഭൂമിയെ മുഴുവൻ വിഴുങ്ങുന്ന ഇരുട്ട് മനുഷ്യൻ്റെ ധൈര്യത്തെയും ചിന്തകളെയും ഒരുമിച്ച് മുക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് മലകളും കാടുകളും ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു, കല്ലേരിക്കുന്ന്. പകൽ സമയത്ത് ഈ ഗ്രാമം ശാന്തവും മനോഹരവുമായിരുന്നു. പക്ഷേ രാത്രിയായാൽ അസാധാരണമായ ചില കാര്യങ്ങൾ അവിടെ നടമാടിയിരുന്നു. രാത്രികാലങ്ങളിൽ കന്നുകാലികളെ കെട്ടിയിരുന്ന കയറുകൾ അഴിച്ചു വെച്ച നിലയിൽ കണ്ടെത്തും. പുലർച്ചെ ചില കാളകൾ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ലാതെ മരിച്ചു കിടക്കുന്നത് കാണാം. രാത്രിയിൽ വഴിയാത്രക്കാർ ഗ്രാമത്തിലെത്തിയാൽ അവരെ കാണാതാകും. പിന്നീട് ചതുപ്പുകളിൽ നിന്നും മറ്റും അവരുടെ മൃതശരീരങ്ങളും കിട്ടാറുണ്ട്. ആദ്യമാദ്യം ഗ്രാമക്കാർ ഇതെല്ലാം കാട്ടുമൃഗങ്ങൾ ചെയ്യുന്നതാണെന്ന് വിശ്വസിച്ചു. പക്ഷേ നായകൾ രാത്രിയിൽ കുരയ്ക്കാതായപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി. കാരണം കാട്ടുമൃഗം വന്നാൽ പോലും നായകൾ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു നിശ്ചിത നിഴൽ നീങ്ങുമ്പോൾ നായകൾ തലകുനിച്ച് പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു. ഇതെല്ലാം അവൻ വന്നതിന് ശേഷമാണെന്ന് പലരും വിശ്വസിച്ചു. അവൻ്റെ പേരാണ് നീലൻ. ഒരു ദിനം സന്ധ്യ മയങ്ങുമ്പോഴാണ് അവൻ ഗ്രാമത്തിൻ്റെ അതിരിൽ പ്രത്യക്ഷപ്പെട്ടത്. അധികം സംസാരിക്കില്ല. കണ്ണുകളിൽ ഒരു വിചിത്രമായ ശൂന്യത. ആരെങ്കിലും നേരിട്ട് നോക്കുമ്പോൾ അവർക്ക് അകാരണമായ അസ്വസ്ഥത തോന്നും. നീലൻ ഗ്രാമത്തിന് പുറമ്പോക്കിലുള്ള ഒരു പഴയ കുടിലിലാണ് താമസം തുടങ്ങിയത്. പകൽ സമയത്ത് അവൻ പുറത്തേക്കിറങ്ങില്ല. രാത്രി മാത്രം നിശബ്ദമായി കാടിൻ്റെ ദിശയിലേക്ക് നടക്കും. അവൻ നടന്നു പോയ വഴികളിൽ പിറ്റേന്ന് പുലർച്ചെ പുല്ലുകൾ ഒതുങ്ങിയിരിക്കും. ചിലപ്പോൾ അവൻ്റെ കാലടയാളങ്ങൾ മൃഗങ്ങളുടേതുപോലെ വളഞ്ഞതായി കാണപ്പെട്ടു. ഗ്രാമത്തിലെ യുവാക്കളിൽ ഒരാളായിരുന്ന രാഘവന് ഇത്തരം കഥകളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ഭയം കൊണ്ട് മനുഷ്യർ വെറുതെ കഥകൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു അവൻ്റെ അഭിപ്രായം. നീലനെക്കുറിച്ച് ഗ്രാമക്കാർ സംസാരിക്കുമ്പോൾ അവൻ ചിരിച്ചു തള്ളുമായിരുന്നു. പക്ഷേ ഒരു ദിവസം അവൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഒരു സംഭവം നടന്നു. അവൻ്റെ പശുവിനെ കെട്ടിയിരുന്ന കയർ അഴിച്ചു വെച്ച നിലയിൽ പുലർച്ചെ അവൻ കണ്ടു. പശു ജീവിച്ചിരുന്നെങ്കിലും വിറങ്ങലിച്ചു നിന്നു. അതിൻ്റെ കണ്ണുകളിൽ ഭയത്തിൻ്റെ അടയാളം വ്യക്തമായിരുന്നു. അതിനുശേഷമുള്ള രാത്രിയിൽ അവൻ ഒളിഞ്ഞു നിന്ന് നീലനെ പിന്തുടർന്നു. കാടിനുള്ളിലേക്ക് നീങ്ങിയപ്പോൾ ചന്ദ്രപ്രകാശം മങ്ങിയിരുന്നു. കാറ്റുപോലും ശബ്ദമില്ലാതെ നിന്നു. അപ്പോഴാണ് രാഘവൻ അത് കണ്ടത്. നീലൻ്റെ ശരീരം പതുക്കെ മാറുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ കാലുകൾ അസാധാരണമായി വളഞ്ഞു, ഒരു മൃഗത്തെ പോലെ. നീഴൽ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നി. രാഘവൻ്റെ ശരീരം തണുത്തുപോയി. അവൻ്റെ ശ്വാസം മുട്ടി. അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷെ കാലുകൾ അനങ്ങാത്തതുപോലെ. അവൻ ശക്തമായി ഓടി. തിരികെ ഗ്രാമത്തിലെത്തി അവൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അതോടെ ഗ്രാമത്തിലെ തലമൂത്തവർ അത് തിരിച്ചറിഞ്ഞു. നീലനിലെ ഒടിയനെ അവർ മനസ്സിലാക്കി. ഇത് മനസ്സിലായ നീലൻ തൻ്റെ അവസാന പടയൊരുക്കത്തിന് പുറപ്പെടാൻ തുടങ്ങി. അവൻ്റെ പക മുഴുവൻ ആ നാട്ടിലെ പ്രമാണിയോടും ആ നാട്ടുകാരോടുമായിരുന്നു. കല്ലേരിക്കുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് നീലൻ്റെ കുടുംബം ഗ്രാമത്തിൻ്റെ അതിരിൽ താമസിച്ചിരുന്നു. അവർ ദരിദ്രരായിരുന്നു. ആ കാലത്ത് ഗ്രാമത്തിൻ്റെ മുഴുവൻ അധികാരവും ആ പ്രമാണിയുടെ കയ്യിലും. ഒരു വർഷം കടുത്ത വരൾച്ച വന്നു. നെല്ല് പോലും മനുഷ്യർക്ക് സ്വപ്നമായി മാറിയപ്പോൾ പ്രമാണിയുടെ കളപ്പുര മാത്രം നിറഞ്ഞു. ഒരു രാത്രിയിൽ പ്രമാണിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് നെല്ല് കാണാതായി. ആരാണ് മോഷ്ടിച്ചത് എന്നറിയാതെ തന്നെ കുറ്റം ചുമത്തിയത് നീലൻ്റെ കുടുംബത്തിനു മേലാണ്. കാരണം അവർ ദരിദ്രരായിരുന്നു, ചോദിക്കാൻ ശക്തിയില്ലാത്തവർ. തെളിവൊന്നുമില്ലാതെ ഗ്രാമസഭയിൽ വെച്ച് അവരെ ഭ്രഷ്ട് കൽപ്പിച്ചു. ഒരാൾ പോലും അവരെ തിരിഞ്ഞു നോക്കിയില്ല. നീലൻ്റെ കുടുംബത്തെ വളരെയേറെ അപമാനിച്ച് കല്ലെറിഞ്ഞ് കാടിൻ്റെ ഇരുട്ടിലേക്ക് അവർ നാട് കടത്തി. കാടിനുള്ളിൽ വിശപ്പും അപമാനവും സഹിച്ചാണ് നീലൻ വളർന്നത്. മനുഷ്യർ തള്ളിയപ്പോൾ കാട് അവനെ സ്വീകരിച്ചു. കാട്ടുവാസികളിൽ നിന്നും അവൻ പഴയ മന്ത്രങ്ങളും കാടിൻ്റെ രഹസ്യങ്ങളും ഒടിവിദ്യയും പഠിച്ചു. അവൻ്റെ ലക്ഷ്യം പ്രമാണിയുടെ അധികാരവും അഭിമാനവും തകർക്കുക എന്നതായിരുന്നു. കൂടാതെ അയാളെ എന്നേക്കുമായ ഒരു വിഷമത്തിലേക്ക് തള്ളിവിടുകയും വേണം. അതിനാണ് വർഷങ്ങൾക്ക് ശേഷം നീലൻ തിരികെ എത്തിയത്. ഒരു മോഷ്ടാവായോ ഒരു ദരിദ്രനായോ അല്ല, ഒരു നിഴലായി. മണ്ണ് കുഴച്ച് ഒരു ബിംബമുണ്ടാക്കി
തീയിലിട്ട് കരിച്ചെടുത്ത കരിങ്കുട്ടി എന്ന കറുത്ത ദൈവത്തെ അവൻ ഇതിനു വേണ്ടി ആരാധിച്ചു. തങ്ങളെ ദ്രോഹിക്കുന്നവരെ ഇഷ്ടരൂപത്തിൽ ചെന്ന് മായാജാലം കാണിച്ച് പേടിപ്പിക്കുകയും വേണമെങ്കിൽ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതിനുള്ള വരം കരിങ്കുട്ടി നൽകി. ഗർഭിണി സ്ത്രീയുടെ ഉദരം മുളങ്കത്തിക്കൊണ്ട് കീറി അതിൽ നിന്നും മറുപിള്ളയെ എടുത്ത് അവൻ ഒടിമരുന്ന് തയ്യാറാക്കി. അസാധാരണ കാഴ്ചശക്തി ലഭിക്കുവാൻ നത്തിൻ്റെ തലയിൽ നിന്നെടുക്കുന്ന ഒരു തരം കറുത്ത മഷി അവൻ കണ്ണിൽ പുരട്ടി. അങ്ങനെ അവൻ കാത്തിരുന്നു. അന്ന് രാത്രിക്കായി. പ്രമാണിയുടെ മകൻ മറ്റൊരു ദേശത്തെ കല്യാണം കൂടിയിട്ട് തിരികെ വരുന്ന വഴിയായിരുന്നു അത്. രാത്രിയുടെ ഇരുട്ട് അവനെ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും തൻ്റെ കാളകളോട് സംസാരിച്ചുകൊണ്ട് കാളവണ്ടിയുടെ സുരക്ഷിതത്വത്തിൽ അവൻ നാട്ടിലേക്ക് വരികയായിരുന്നു. വഴിയിൽ വെച്ച് അസാധാരണമായ ഒരു നിഴൽ അവനെ പിന്തുടരുന്നത് പോലെ അവന് തോന്നി. കുറച്ച് നീങ്ങിയപ്പോൾ കാളകൾ നിശ്ചലമായി. മുന്നിൽ ഒരു പടുകൂറ്റൻ മാൻ പ്രത്യക്ഷപ്പെട്ടു. വളരെ നീളമുള്ള കൊമ്പുകളുള്ള വളരെ വലിയ ഒരു മാൻ. അതിൻ്റെ ഭീകരരൂപം അവനെ വല്ലാതെ ഭയപ്പെടുത്തി. അവൻ കാളവണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത ഇരുട്ട്, ചുറ്റും രാത്രി മാത്രം, രാത്രിയുടെ ഇരുട്ട് മാത്രം. പുറകെ വന്ന പടുകൂറ്റൻ മാൻ അവനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഭയചകിതനായ അവൻ ഓടി ഒരു ചതുപ്പിൽ ചെന്ന് വീണു. ചതുപ്പിൻ്റെ അവസാനിക്കാത്ത ആഴങ്ങളിലേക്ക് അവൻ താഴ്ന്നുപോയി. മൂന്നാം പൊക്കം ചതുപ്പിൽ നിന്ന് വീർത്ത് പൊങ്ങിയ ജഡമാണ് പ്രമാണിക്ക് ലഭിച്ചത്. അതോടെ നീലൻ തൻ്റെ പക പൂർത്തിയാക്കി തിരികെ കാട്ടിലേക്ക് മാഞ്ഞു. വെറുമൊരു നിഴലായി. പിന്നീട് ആ ഗ്രാമക്കാർക്ക് നീലൻ എന്നൊരു പേരേ കേൾക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് അസാധാരണമായ ഒരു സംഭവവും അവിടെ അരങ്ങേറിയിട്ടുമില്ല. കാലങ്ങൾക്കിപ്പുറം രാത്രിയിലും വെളിച്ചം വന്നതോടുകൂടി ഇതുപോലെയുള്ള ഒടിയൻ നിഴലുകളെല്ലാം മാഞ്ഞുപോയി.